സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളുടെ വചനത്തിന് മുമ്പ് ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങ് ഹൃദയമായി ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ വചനത്തിൻ്റെ പൊരുളുകൾ ഞങ്ങളുടെ ആത്മാവ് ഞങ്ങൾക്ക് തിരിച്ചു തരുമാറാകണമേ. സംസാരിപ്പാൻ അടിയനെയും ബലപ്പെടുത്തണമേ. പ്രാർത്ഥനകളുണ്ട്. സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ചുരുക്കം ചിലരാൻ ആയിട്ടാണെങ്കിലും ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ ധ്യാനിച്ചു വരുന്ന ആ വിഷയം ദൈവത്തിൻ്റെ പരമാധികാരം എന്നുള്ള വിഷയമാണ്. യോബിൻ്റെ പുസ്തകം 42:2 നിനക്ക് സകലതും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഹി ഹൂ ഈസ് ദ ഓൺലി സോവറിൻ, താൻ മാത്രം ധന്യനായ ഏകാധിപതി. ഇംഗ്ലീഷിൽ ഏകാധിപതി എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ മലയാളത്തിൽ ഹി ഹൂ ഈസ് ദ ഓൺലി സോവറിൻ എന്നാണ് പറയുന്നത്. നമ്മൾ അതിനൊരു ഡെഫിനിഷൻ, ഒരു വ്യാഖ്യാനം കണ്ടെത്താൻ ആ വാക്ക് ഇങ്ങനെ ചിന്തിച്ചു വരികയാണ്. അവസാനമായി നമ്മൾ ധ്യാനിച്ചത്, ഹൂ ഈസ് റെഗുലേറ്റിംഗ് ദ അഫയേഴ്സ് ഓഫ് ഓൺ ദിസ് എർത്ത് ടുഡേ. ഭൂമിയിൽ സകലത്തെയും നിയന്ത്രിക്കുന്നവൻ ആരാണ്? പല സംഭവങ്ങളിലൂടെ നാം ചിന്തിച്ചു പോയി. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, പാപത്തിൻ്റെ വർധനവ്, മനുഷ്യരുടെ സ്വസ്നേഹം, പിന്നെ റിലീജിയസ് റെലമിൽ ഉള്ള കാര്യങ്ങൾ. ഇതെല്ലാം ചിന്തിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ദൈവമക്കൾക്ക് തന്നെ ചോദ്യങ്ങൾ വരാം. ആരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്? ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് സകലവും വിട്ടുപോയോ? ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് നിയന്ത്രണമപ്പുറമായി കാര്യങ്ങൾ സംഭവിക്കുന്നോ എന്ന് ഒരു പക്ഷെങ്കിൽ ചോദിച്ചേക്കാം. പക്ഷേ അല്ല, ദൈവമാണ് പരമാധികാരി. അവൻ്റെ നിയന്ത്രണത്തിനും ഇച്ഛയ്ക്കും വിരുദ്ധമായി, അവൻ്റെ നിയന്ത്രണത്തിന് അതീതമായി ഒന്നും സംഭവിക്കുന്നില്ല. ക്രിസ്ത്യാനിത്വത്തിൽ തന്നെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻത്വത്തിൽ തന്നെ വിവിധ നിലകളിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, ജീവിതത്തിൽ വരുന്ന പല പ്രതിസന്ധിയുടെ നടുവിലും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ദൈവം അറിയാതെയാണോ? ദൈവം നിസ്സംഗനായിട്ടിരിക്കുകയാണോ? ദൈവം അശക്തനായിപ്പോയോ? ഈ ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യന് വരാം. കാരണം മനുഷ്യന് പലപ്പോഴും അന്നുള്ള കാര്യങ്ങൾ മാത്രമേ കാണുവാനുള്ള കണ്ണുള്ളൂ. നാളത്തേത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവം വെളിപ്പെടുത്താത്തിടത്തോളം കാലം മനുഷ്യന് യാതൊന്നും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ പലരും ആത്മീക ലോകത്ത് തന്നെ ക്രിസ്ത്യാനിത്വം പരാജയമാണ്, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് വിരുദ്ധമായും നിയന്ത്രണത്തിനപ്പുറത്തും കാര്യങ്ങൾ സംഭവിക്കുന്നു. അതേപോലെ തന്നെ പുൾപിറ്റുകളിലും മെസ്സേജുകൾ നമ്മൾ കേൾക്കാറുണ്ട്. പലപ്പോഴും വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് പിശാചിനാണ്. അപ്പോൾ മനുഷ്യൻ തന്നെ അവൻ്റെ പ്രവൃത്തി കൊണ്ട് ഈ വിഷയങ്ങളെ ജയിക്കുവാൻ അവൻ ശ്രമിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന JD വാൻസ് ഒരു CPAC എന്ന് പറഞ്ഞ കൺസർവേറ്റീവ് ഫോറത്തിലൊരു പ്രസ്താവന, താനൊരു കത്തോലിക്കനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിലും താൻ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: വി ഷുഡൻറ്റ് ഫിയർ ഡെത്ത്, വി പുട്ട് അവർ ഫെയ്ത്ത് ഇൻ ദ ഗ്രേസ് ഓഫ് ഗാഡ്, വി ഡോണ്ട് വറി അബൌട്ട് എർത്തലി റിവാർഡ്സ്, വി വറി അബൌട്ട് വെദർ വി ആർ ഡൂയിങ് ഗാഡ്സ് വിൽ. ഞാനത് വളരെ, അതായത് വി ഷുഡൻറ്റ് ഫിയർ ഡെത്ത് എന്നൊരു വ്യക്തിക്ക് പറയണമെങ്കിൽ ഇത് വെറുതെ പറയാൻ കഴിയത്തില്ല. ഞാൻ ചില നാളുകൾക്ക് മുമ്പേ നമ്മൾ തിമോഥെയോസിന് 1-ാം ലേഖനത്തിൽ നിന്ന് ചിന്തിച്ചിരുന്നു. സുവിശേഷം നിമിത്തം നമുക്ക് കിട്ടിയ ഒരു ഒരു അനുഗ്രഹമാണ് അമർത്യത എന്നുള്ളത്, ഇമ്മോർട്ടാലിറ്റി. മനുഷ്യൻ മർത്യനാണ്, പക്ഷേ നമ്മുടെ മരണം നീങ്ങി സുവിശേഷം നിമിത്തമെന്നാണ് തിമോഥെയോസിൽ എഴുതി വച്ചേക്കുന്നത്. അപ്പോൾ മരണം
ഭയപ്പെടുകയല്ല, മരണത്തിന് വേദനയുണ്ട്. നമ്മുടെ ഉറ്റവരും നമ്മൾ തന്നെയും ഈ ലോകം വിട്ടു പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടും. അതൊരു റിയാലിറ്റിയാണ്. പക്ഷേ ഭയം നീങ്ങിയവരാണ് നമ്മൾ. മുമ്പ് നമ്മൾ പാടിയ പാട്ട് യാദൃച്ഛികമല്ല. പേയിൻ ബലത്തെ കെടുത്തതിനാൽ എൻ്റെ മരണഭയം നീ നീക്കിയല്ലോ. വളരെ അർത്ഥവത്തായ ഒരു ഗാനമാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, വി ഷുഡൻറ്റ് ഫിയർ ഡെത്ത്, വി പുട്ട് അവർ ഫെയ്ത്ത് ഇൻ ദ ഗ്രേസ് ഓഫ് ഗാഡ്, വി ഡോണ്ട് വറി അബൌട്ട് earthly റിവാർഡ്സ്, വി വറി അബൌട്ട് വെദർ വി ആർ ഡൂയിങ് ഗാഡ്സ് വിൽ. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഇന്ന് ഇവിടെ റിവാർഡ്, ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ ഇതുപോലെ എൻ്റെ ടൈറ്റിൽ കണ്ടു. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ ഉള്ളിൽ വരാൻ സാധ്യതയുള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതീക്ഷിക്കാത്ത വിഷയങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവമാണ് ഇതിന് പിന്നിലെന്ന് പറയാൻ ഭയങ്കര മടിയാണ്. അതിന് പകരം ദൈവത്തെയും കൂടെ സഹായിക്കാൻ വേണ്ടി, ദൈവത്തെ ബ്ലെയിം ചെയ്യാൻ വയ്യ, ബ്ലെയിമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആശ്രയിക്കുന്നെങ്കിലും ദൈവമാണ് ഇതിൻ്റെ പിന്നിലെന്ന് കാണാനുള്ള കാഴ്ചപ്പാടില്ല. അതിന് പകരം ഈസിയായിട്ട് പറയുകയാണ് പിശാചാണ്. ഈ ഒരു ടൈറ്റിൽ കണ്ടത്, ഈ ഒരു സ്ത്രീ മരിച്ചു, സ്വർഗത്തിൽ ചെന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന തെറ്റിപ്പോയി. നീ നല്ലവണ്ണം പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ നിന്റെ ഒരു പ്രാർത്ഥനയ്ക്ക് 1000 ഡിമോണിക് സ്ട്രോങ് ഹോൾസിനെ തകർക്കാൻ കഴിയുമായിരുന്നു. യു ആർ പ്രേയിങ് റോങ് എന്നാണ് ആ ടൈറ്റിൽ. അപ്പോൾ പ്രാർത്ഥന എന്താ? പ്രാർത്ഥന എന്നത് ഒരു പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ കൊണ്ട് ദൈവത്തെ ഇംപ്രസ് ചെയ്യുന്ന ഒരു മീഡിയം ഒന്നുമല്ല പ്രാർത്ഥന. പിതാവിനോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. പിതാവിനോട് സംസാരിക്കുന്ന കോൺവെർസേഷനാണ്. അതിന് യാതൊരു വാക്കുകൾ കൊണ്ട് ദൈവത്തെ ഇംപ്രസ് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല. ഇതെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവം വരുമ്പോൾ ദൈവത്തിൻ്റെ കരം അതിൻ്റെ പിന്നിൽ കാണാൻ കഴിയാതെ, ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, ദൈവത്തിൻ്റെ കരം അതിൻ്റെ പിന്നിൽ കാണാൻ കഴിയാതെ ബ്ലെയിം ആർക്കെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടൊരു സ്വഭാവം. പക്ഷേ മരണഭയം നീങ്ങിയ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയം വന്നാലും അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരം കാണാൻ കഴിയും. സ്തോത്രം. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാനെന്ന് പറയത്തില്ല, ഇഫ് ഓൺലി ഐ ഹാവ് ദ റൈറ്റ് വേർഡ്സ്, ഇഫ് ഓൺലി ഐ ഹാവ് ദ റൈറ്റ് പവർ. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ എന്തോ പവർഫുൾ പ്രാർത്ഥനയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പവർഫുൾ, അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടോ? പവർഫുൾ പ്രാർത്ഥന. ഞാൻ എൻ്റെ പിതാവുള്ള സമയത്ത് താൻ ഉച്ചയ്ക്ക് വല്ലതും വിശ്രമിക്കുകയാണെങ്കിൽ അകത്തോട്ട് കയറി ചെന്ന് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ, എൻ്റെ ആവശ്യം വല്ലതും പറഞ്ഞാൽ എൻ്റെ അനുജൻ അപ്പുറത്ത് നിന്ന് പറയൂ, എന്നെ പവർഫുള്ളായിട്ടാണ് നീ നിൻ്റെ പിതാവിനോട് സംസാരിച്ചെന്ന് പറയൂ. There's nothing like powerful prayer or weak prayer. You are talking to your Father. Stotram. You are not trying to impress him with your words and your number of vocabularies. പ്രാർത്ഥനയുടെ ശക്തി ആരോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്നുള്ള ബോധ്യത്തിലാണ്. അവനാണ് ശക്തിമാൻ, അവനാണ് സർവശക്തൻ. അവൻ്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ വിഷയങ്ങളെ അർപ്പിക്കുമ്പോൾ അത് തിരുഹിതത്തിലുള്ളതാണെങ്കിൽ അവൻ പ്രവർത്തിക്കും. സ്തോത്രം. പലപ്പോഴും പിശാചിനെ ദൈവത്തിൻ്റെ ഓപ്പോസിറ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. വചനം അത് തെളിവ് തരുന്നുണ്ട്. അവൻ അറക്കുന്നവനും മുടിക്കുന്നവനും ഒക്കെയാണ്. പക്ഷേ മറ്റൊരു കാര്യം നാം അറിയണം, അവൻ്റെ തലയെ തകർത്തിരിക്കുക. ഹീ ഈസ് എ വീക്ക് എനിമി, ഹീ ഈസ് എ ഡിഫീറ്റഡ് എനിമി. അവൻ തന്ത്രങ്ങളിലൂടെയാണ് ദൈവമക്കളെ ഇന്ന് ജയിക്കുവാൻ ശ്രമിക്കുന്നത്. ദൈവത്തെ പലരും കാണുന്നത് ദൈവം അശക്തനാണ് എന്ന് പറയത്തില്ലെങ്കിലും ദൈവത്തിന് നല്ല ഇൻറ്റൻഷനുണ്ട്. പക്ഷേ ദൈവത്തിന്
അതങ്ങോട്ട് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം പിശാച് ഇങ്ങനെ എതിർത്ത് നിൽക്കുകയാണ് ദൈവത്തോട്. ശരിയാണ്, പിശാച് എതിർക്കും. പിശാചിന് ശക്തിയില്ലെന്നല്ല, പിശാച് ശക്തി ഉണ്ടെങ്കിൽ ദൈവം സർവ്വശക്തനാണ്. ദൈവത്തിൻ്റെ ശക്തിക്ക് അടിയിലാണ് ഈ ശക്തികൾ എന്ന് പറയുന്ന എല്ലാ ശക്തികളും. ആമേൻ. ഇവിടെ എന്താണ് വിഷയം? ഇവിടെ വിഷയം, ഈ വിഷയങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് വിഷയം. അതായത് ലേഖനത്തിൽ കാണുന്നത് പോലെ ആർ വി വാക്കിംഗ് ബൈ ഫെയ്ത്ത് ഓർ ബൈ സൈറ്റ്? നാം വിശ്വാസത്താലാണോ നടക്കുന്നത്, കാഴ്ചയാലാണോ നടക്കുന്നത്? If we observe this earthly things, everything with our human eyes, നമുക്ക് തോന്നാം പിശാച് ഒരു അപ്പർ ഹാൻഡ് എടുത്തു എന്ന്. അപ്പോൾ ദൈവത്തെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം ദൈവത്തെ പിറ്റി ചെയ്യുകയാണ്. അതിന് പകരം പിശാചാണ് ഇതിനല്ല കാരണം. ആയിരിക്കാം, പക്ഷെ അതിന് മുകളിലാണ് ദൈവം. ഹി ഈസ് എബവ് എവറിത്തിങ്. ഈ ഫെയ്ത്ത് എന്ന പദവും പലപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. വാട്ട് യു മീൻ ബൈ സ്ക്രിപ്ചറലി വാക്കിംഗ് ബൈ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? Walking by faith means our thoughts are formed, our actions are regulated, our lives are molded by the Holy Scriptures. നമ്മുടെ റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരും. അപ്പം ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്ന ആ ആലോചനയാൽ നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ജീവിതത്തെ മോൾഡ് ചെയ്യുമ്പോൾ we call that walking by faith. വിശ്വാസത്താൽ നടക്കുക എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുന്നത് പോലെ എന്തെങ്കിലും കേൾക്കുമ്പോൾ എടുത്തിയാടി പുറപ്പെടുക എന്നുള്ളതല്ല. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ജീവിതവും വിശ്വാസത്തിൻ്റെ ആധാരമായ വചനത്തിനനുസൃതമായി മോൾഡ് ചെയ്യുക. That is walking by faith. പലരും പ്രവൃത്തി കൊണ്ട് ദൈവത്തെ, ഈ ഹിന്ദുക്കളുടെ ഒരു പരിപാടിയുണ്ട്, അതായത് ദൈവത്തെ പുനഃപ്രതിഷ്ഠിക്കുക. കുറേ നാൾ കഴിയുമ്പോൾ ദൈവം അവരുടെ ആ സീറ്റിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവുക. അപ്പോൾ ദൈവത്തെ പുനഃപ്രതിഷ്ഠിക്കാൻ വേണ്ടി അവിടെ ഹോമങ്ങൾ, യാഗങ്ങൾ, പിന്നെ അവരുടെ പാരായണം വായിക്കുക അതിരാവിലെ. നമ്മുടെ ദൈവം അങ്ങനത്തെ പുനഃപ്രതിഷ്ഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ ഇമ്പ്രസ് ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യിക്കാനും കഴിയില്ല. അവൻ തൻ്റെ പരമാധികാരത്തിൽ കാര്യങ്ങൾ ഓൾറെഡി ഡിക്രീ ചെയ്തേക്കുന്നത് സമയാസമയങ്ങളിൽ അവിടെ നിന്ന് നിവർത്തിക്കത്ത് മാത്രമേ ഉള്ളൂ. ഹി സച്ച് എ സോവറിൻ ഗോഡ്. സ്തോത്രം. It is only by the word of truth and that alone that we can learn what is God's relation to this world. ഈ ഭൂമിയിൽ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ സത്യവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കത് കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പാപം വർദ്ധിച്ചു, അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ മനുഷ്യർ സ്വസ്നേഹികളാവും, എഴുതി വെച്ചിട്ടുണ്ട്. വമ്പ് പറയുന്നത് നമ്മൾ കാണുന്നു, അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം ഈ ഭൂമിയിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് ഈ നാളുകളിൽ എന്നുള്ളത് വചനത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. പല അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ചോദിക്കാം, ദൈവമാണോ, ദൈവത്തിൻ്റെ കൺട്രോളിലാണോ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? കഴിഞ്ഞ ദിവസവും രോഗം എന്നുള്ള വിഷയം, രോഗസൗഖ്യം എന്നുള്ള വിഷയമല്ല, രോഗസൗഖ്യം എന്നുള്ള വിഷയം പാപ്പച്ചൻ പാസ്റ്റർ സംസാരിക്കുകയുണ്ടായി. അതൊരു ഭയങ്കര വിഷയമാണ്. ഈ ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും ക്രിസ്തുവിൽ നിന്ന് കണ്ണെടുക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ഈവിൾ എന്ന് മനുഷ്യൻ പറയുന്ന കാര്യം ദൈവം ചെയ്യുമോ? ഒരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 4:11. പുറപ്പാട് പുസ്തകം 4:11. മോശയ്ക്ക്
ദൈവം അടയാളങ്ങൾ കൊടുക്കുന്ന ഒരു അധ്യായം അത്. മോശയെ ദൈവം സ്പെസിഫിക്കലി ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ജനിപ്പിച്ചവനാണ്. എന്നാൽ തനിക്ക് മേലുള്ള തൻ്റെ നിയോഗത്തെ പറഞ്ഞു കൊടുക്കുമ്പം അദ്ദേഹം ഒരുപാട് ഒഴിവൊഴികൾ പറയുമ്പോൾ അവസാനം പുള്ളി പറഞ്ഞത്, ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, തടിച്ച നാവുള്ളവനാണ്. കള്ളമെന്ന് പറഞ്ഞേ. അല്ല, അത് ശരിയാണ്. അപ്പം ഇങ്ങനെ ജനിക്കാൻ ആരാ കാര്യം? ആരാ അദ്ദേഹത്തെ അങ്ങനെ ജനിപ്പിച്ചേ? എന്നിട്ട് ദൈവം പറയുക, എടാ, ഊമനെ സൃഷ്ടിച്ചത് ഞാനാണ്, മനുഷ്യന് വാ കൊടുത്തത് ഞാനാ, ചെകിടനെ സൃഷ്ടിച്ചത് ഞാനാ, കുരുടനെ ഉണ്ടാക്കിയത് ഞാനാ. ഞാൻ പറഞ്ഞു അത്. അപ്പം നമ്മൾ പറയും, എന്നാ ഈവിളാ അത്? നോ, ഞാനാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും അത് ഈവിളാന്ന്. പക്ഷേ ദൈവമാണ് പറഞ്ഞത്, ഞാനാ അങ്ങനെ സൃഷ്ടിച്ചത്. അതിൻ്റെ പിന്നിലെ ഉദ്ദേശമല്ല ഒന്നും നമുക്കറിയില്ല. അതാ നമ്മുടെ പ്രശ്നം. ഈ ഉദ്ദേശം അറിയാതെ ശിഷ്യന്മാർ ചോദിച്ചു, ജന്മനാ കുരുടനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് അവർക്ക് ആകെപ്പാടെ രണ്ട് കാര്യം അറിയത്തുള്ളൂ. ഒന്നിൽ ഇവൻ പാപം ചെയ്തു, അമ്മയപ്പന്മാർ പാപം ചെയ്തു. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞാൽ അറിയാവോ? ഇവനിങ്ങനെ ജനിക്കുന്നവനാ. അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നിട്ട് മകൻ്റെ പല്ല് പുളിക്കത്തില്ല എന്നുള്ള കാലം വരും. അതാണ് നമ്മൾ ആ കാലത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോഴും ഇതേ ചോദ്യം ചോദിക്കുന്നവരുണ്ട്. അവൻ അങ്ങനെ വന്നത് പാപമാണ്, അല്ലെ അവൻ്റെ അപ്പൻ്റെ പാപമാണ്? നോ, ഇവൻ ജന്മനാ കുരുടനായി ജനിച്ചപ്പോൾ ശിഷ്യന്മാർ ചോദിച്ച ആ ചോദ്യത്തിലെ ഒരു ഭോഷത്തരമുണ്ട്. ജന്മനാ കുരുടനായി ജനിക്കുന്നത് എങ്ങനെ പാപം ചെയ്യാൻ കഴിയുന്നേ? അമ്മയപ്പൻ്റെ പാപമെന്ന് പറഞ്ഞാൽ ഓക്കെ, ലോജിക്കുണ്ടെന്ന് പറയാം. പക്ഷെ ഇവൻ ജന്മനാ കുരുടനാ. അവനെ അങ്ങനെ ജനിപ്പിച്ചത് ആരാ? 4:11 പറയുന്ന കർത്താവ് തന്നെയാണ്. പക്ഷെ അവിടെ ഒരു ഉദ്ദേശം അത് വെളിവായി വന്നു. എന്താണെന്നറിയോ? എൻ്റെ മഹത്വം അവനിൽ വെളിപ്പെടാൻ വേണ്ടിയാണ്. അപ്പം നെഗറ്റീവെന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇവന് നെഗറ്റീവാണ്, അവന് സൗഖ്യം ഉണ്ടായി നമുക്ക് പറയാം. പക്ഷേ ആ സൗഖ്യം ഉണ്ടായതിനും വരെ അവനൊന്നും കണ്ടിട്ടില്ല. സൗഖ്യം ഉണ്ടായത് 40-ാം വയസ്സാണെങ്കിൽ 40 വയസ്സ് വരെ അവനൊന്നും കണ്ടിട്ടില്ല. കുട്ടിക്കാലം അവനറിയില്ല, അവൻ എത്ര പ്രായമുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും ദൈവം പറയുക, ഇവൻച്വലി അവൻ്റെ ജീവിതത്തിലൊരു മഹത്വത്തിന് വേണ്ടിയാണ് ഞാൻ അവനെ അങ്ങനെ ഉണ്ടാക്കിയത്. സ്തോത്രം. അസുഖം അല്ലെങ്കിൽ രോഗം എന്നുള്ളത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 15:5 അസറിയാവിൻ്റെ കാര്യത്തിൽ, എന്നാൽ യഹോവ ഈ രാജാവിനെ ബാധിച്ചു, അവൻ കുഷ്ഠരോഗിയായി, ഒരു പ്രത്യേക ശാലയിൽ പാർത്തു. ദൈവത്തിൻ്റെ ഒരു വചനം വിശ്വസിക്കാത്തത് കൊണ്ട് സെക്കറിയാവ് ഊമനായി പാർത്തേണ്ടി വന്നു 9 മാസം. അപ്പം ഈവിളെന്ന് മനുഷ്യൻ പറയുന്ന കാര്യം ദൈവം ചെയ്യുമോ? ദൈവം എല്ലാം നന്മ ചെയ്യത്തുള്ളതുപോലെ പാട്ട് പോലും ഉണ്ട്. ശരിയാ, നന്മ. പക്ഷെ ഇത് നന്മയാണെന്ന് പറയണം. അപ്പോൾ എന്താണ് നന്മ? ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുന്നതാണ് നന്മ. സക്കറിയാവിനോടുള്ള ബന്ധത്തിൽ അത് നന്മയാ. ഇവഞ്ച്വലി അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. അല്ല, വേറൊരു ഉദാഹരണം പറയാം. യോസഫിൻ്റെ കാര്യം. യോസഫിന് ദൈവം ദർശനം കൊടുത്തു. അതിൻ്റെ ഫുൾ പിക്ചറൊന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല. പക്ഷേ ആ ദർശനത്തിനകത്ത് ഫുൾ പിക്ചർ ഉണ്ട് താനും. പിൽക്കാലത്ത് താൻ കടന്നു പോകേണ്ട അവസ്ഥകളെല്ലാം കടന്നുപോയ ശേഷം പറയുകയാണ്, നിങ്ങൾ ദോഷത്തിനായി ചെയ്തത് ദൈവ നന്മയ്ക്കായി അതൊക്കെ ഉൽപ്പത്തി പുസ്തകം 50 എഴുതിയിരിക്കുന്നത്. അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്ന പദം ഇത് ദൈവം ചെയ്യുന്ന രീതിയിലുള്ള തന്നെ എഴുതിയിരിക്കുന്നത്. ഈ 50:20 നിങ്ങൾ എൻ്റെ നേരെ ദോഷം ചെയ്ത് ദൈവമോ ഇതെന്തുള്ളോ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തുന്ന അതിനെ ഗുണമാക്കി തീർത്തു എന്ന് എഴുതുമ്പോൾ മലയാളത്തിൽ വന്നേക്കെന്ന് അറിയാവോ? ബട്ട് ഗാഡ് മെൻഡ് ഇറ്റ് ഫോർ ഗുഡ്. ദൈവം ഇത് ചെയ്തപ്പോഴും അത് നല്ലതിന് വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ ആരാ ഇത് ചെയ്തേ? സഹോദരന്മാരാണോ? ദൈവം അത് ചെയ്തേ.
അപ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കിയിട്ട് പലപ്പോഴും പിശാചിനെ അതിൻ്റെ ഇടയ്ക്ക് വെക്കും, മനുഷ്യനെ അതിൻ്റെ അകത്ത് കയറ്റും. ഇതെല്ലാം ദൈവത്തെ ഒഴിവാക്കി ഒരു പരിപാടി നടക്കില്ല. ദൈവം അത്രയ്ക്കും പരമാധികാരിയായ ദൈവമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ഭക്തന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈവിൾ എന്ന് പറഞ്ഞാൽ രോഗമല്ല, ഏജിങ് തന്നെയാണ്. ഏജിങ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രായമാകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു രോഗവും സ്പെസിഫിക്കലായി വന്നില്ലെങ്കിലും പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടില്ലേ, അത് രോഗമല്ല, അത് പ്രായാധിക്യം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അത് പിശാച് കൊണ്ടൊന്നല്ല, ഇത് ദൈവം വ്യവസ്ഥ ചെയ്തേക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ജെഫ് ബെസോസ് ആൾട്ടോസ് ലാബ്സ് എന്ന് പറഞ്ഞൊരു ലാബ്സ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്കുക പൈസ. എന്നറിയാം, ആൻറ്റി ഏജിങ് കമ്പനിയാണത്. സ്റ്റോക്കൊക്കെ മേടിച്ചു. ആൻറ്റി ഏജിങ് കമ്പനിയാണ്. പ്രായം ആകാതിരിക്കാനുള്ള പണിയാണ് പുള്ളി നോക്കുന്നത്. പൗലോസ് ഗലാത്യ സഭയിൽ അല്ലെങ്കിൽ ഗലാത്യയിലുള്ള ആളുകളോട് സുവിശേഷം പറയാൻ ഇടയായത് എന്തുകൊണ്ടെന്ന് അറിയാവോ? ഒരു അസുഖം വന്നതുകൊണ്ട്. അതുകൊണ്ട് ഫ്രിഗ്യയിൽ തനിക്ക് പോകാൻ പറ്റിയില്ല. അത് ഗലാത്യ സഭയിൽ അവിടെ എഴുതിയിട്ടുണ്ട്. ഗലാത്യ ലേഖനം 4:13 ഒന്ന് വായിച്ചാട്ടെ. ഗലാത്യ ലേഖനം 4:13. ബലഹീനത നിമിത്തം അങ്ങനെയാണ് സുവിശേഷം പറയാൻ സംഗതി വന്നത്. ബലഹീനത ഇത് വന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന തിമത്യോസ്, അദ്ദേഹത്തിന് റെഗുലറായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, വയറിനുള്ള പ്രോബ്ലം, സ്റ്റൊമക് പ്രോബ്ലം. തിമത്യോസിൻ്റെ 1 ലേഖനം 5:23. ഈ ദിവസങ്ങൾ ഞാൻ ഈ വിഷയങ്ങളെല്ലാം ചിന്തിച്ചിട്ട് ഒരു ഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഭക്തന്മാരും ഇതിലൂടെ കടന്നുകൊണ്ട് വരും, ദൈവം അനുവദിച്ചിട്ട് തന്നെ, അല്ലെ ദൈവം കോസ് ചെയ്തിട്ട് തന്നെ. ഡബിൾ പോർഷൻ അനോയിൻറ്റിങ് കിട്ടിയ ഒരാളെന്ന വചനത്തിൽ പറഞ്ഞേക്കുന്ന ഒറ്റ ആളേ ഉള്ളൂ, എലൈഷ. ഡബിൾ പോർഷൻ അല്ലെ അനോയിൻറ്റിങ് കിട്ടി. എന്നാൽ ഈ രാജാക്കന്മാർ 2-ാം പുസ്തകം 2:13 അല്ല 2-ാം പുസ്തകം 13:14 നമ്മൾ നോക്കുമ്പോൾ മരണകരമായ രോഗം ആ ഭക്തന് പിടിപെട്ടു എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. 13:14. രോഗം പിടിച്ചു കിടന്നു. 20-ാം വാക്യം എങ്ങനെ മരിച്ച്? അതൊരു മുഖാന്തരമായിരുന്നു മരിക്കാൻ. ഞാൻ പറഞ്ഞത് ഡബിൾ പോർഷൻ അനോയിൻറ്റിങ്. ഈ കൃപാവരത്തിന് ഒന്നുപോലും കുറവില്ലാത്ത ഒരു മനുഷ്യനെന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത് പൗലോസാണ്. എന്നാൽ ത്രോഫിമോസിനെ മിലേത്തിസിൽ രോഗിയായിട്ട് വിട്ടേച്ചു പോരുന്നു എന്നെഴുതുമ്പോൾ ഇദ്ദേഹത്തിന് കൃപാവരം അവിടെ നിന്ന് വർക്ക് ചെയ്തില്ലേ? പ്രിയമുള്ളവരെ, കൃപാവരത്തിനും എല്ലാറ്റിനും ഉപരിയാണ് ദൈവത്തിൻ്റെ പരമാധികാരം. അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ നാം പഠിക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പതറിപ്പോവും. പിന്നെ യൂട്യൂബിൽ അതുപോലുള്ള ടൈറ്റിലുള്ള വീഡിയോ ഒക്കെ ഇറക്കേണ്ടി വരും. പ്രാർത്ഥിച്ചത് ശരിയായില്ല, അതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ഹിതത്തിലുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, ആൻഡ് വി നോ ദാറ്റ് God causes all things. കോസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? പെർമിറ്റ് എന്നല്ല പറഞ്ഞേക്കുന്നത്, കോസ്. അവനാ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ. അപ്പൊ ചോദ്യങ്ങളുണ്ട് ഒരുപാട്. അതിന് റെവലേഷനിലാണ് മറുപടി പറയുന്നത്. God causes all things to work together for good to those who love God and are called according to His purpose. റെവലേഷൻ 21:4-5 ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 21:4-5.
അപ്പോൾ ഇനിയും മരണം ഉണ്ടാകത്തില്ല, ഇനിയും കണ്ണുനീരുണ്ടാകത്തില്ല, ഇനിയും ദുഃഖം ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ ഇവിടെ എന്തോ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. എല്ലാ ഭക്തന്മാർക്കും ഉണ്ട്. പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, പിശാചൊരു ദൈവവേദനയെ ബന്ധിക്കാൻ സാധിക്കുമോ രോഗത്താൽ എന്നുള്ളത്. സാധിക്കത്തില്ല എന്നുള്ളതാണ് വചനത്തിൻ്റെ ആൻസർ. അപ്പോൾ പെട്ടെന്ന് ചോദ്യം ചോദിക്കുന്നതാണ്, യോബിൻ്റെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെക്കാളിലും ഭക്തനാണ്. വെളിപ്പാട് നമ്മൾ പലപ്പോഴും, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വെളിപ്പാട് ഇത്രയും കിട്ടിയിട്ടില്ല. വെളിപ്പാട് ഉണ്ടെന്നുള്ളതാണ് ഞാൻ വചനം വായിച്ച് മനസ്സിലായത്. അതായത് ഈ ശബത്തിൽ ഒരു സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ ഈ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു, ശബത്തിലാണോ സൗഖ്യമാക്കുന്നത്? വേറെ എന്തെല്ലാം ദിവസങ്ങളുണ്ട് സൗഖ്യമാക്കാൻ. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങളുടെ കഴുതയോ കാളയോ കുഴി വീണാൽ നിങ്ങൾ എടുക്കത്തില്ലേ? 18 സംവത്സരം പിശാചിനാൽ ബന്ധിക്കപ്പെട്ടാന്ന് എഴുതിയിരിക്കുന്നു. ഈ അബ്രഹാമിൻ്റെ മകളെ, ഇതെല്ലാം എന്ത് കൃത്യമായിട്ടാണ് സുവിശേഷകന്മാർ എഴുതിയത്. ഒന്ന് മിസ്സായിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, അബ്രഹാമിൻ്റെ മകളെ ഞാൻ അഴിച്ചുവിടേണ്ടതല്ലയോ? 3 കാരണങ്ങൾ കൊണ്ട് ദൈവവേദനെ പിശാചിന് ബന്ധിക്കാൻ കഴിയത്തില്ലെന്ന് പറയാം. ഒന്ന്, അവിടെ ക്രിസ്തുവിൻ്റെ മരണം നടന്നിട്ടില്ല. 2, ആ സ്ത്രീ പുതിയ നിയമ വിശ്വാസി അല്ല. അബ്രഹാമിൻ്റെ മകൾ യഹൂദ സ്ത്രീയാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ പിശാചിൻ്റെ തലയെ തകർത്ത് നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. ഇനി അവന് നമ്മുടെ മേൽ യാതൊരു അവകാശവും ഇല്ല. ആ സ്ത്രീയെ ബന്ധിച്ചെന്ന് പറഞ്ഞാൽ അത് ആ സ്ത്രീ തന്നെയാണ്, യഹൂദ സ്ത്രീയാണ്. ഷീ ഈസ് എ ജൂ. ദിസ് ഇസ് ബിഫോർ ദ ക്രോസ്. നമ്മളൊരു കാര്യങ്ങൾ നോക്കുമ്പോൾ, ഈസ് ഇറ്റ് ബിഫോർ ദ ക്രോസ് ഓർ ആഫ്റ്റർ ദ ക്രോസ്? ആ ക്രോസ്, കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ, ക്രൂശ് അതൊരു വിജയത്തിൻ്റെ ചിഹ്നം. അവിടെ വിജയം എന്താ? പാതാളത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും പാപത്തിൻ്റെ മേലും ഒരു ദൈവവൈതലിന് ജയം നൽകിയ സ്ഥലമാണ് ക്രൂശ്. സ്തോത്രം. യേശുവിൻ്റെ ജീവിതത്തിൽ he was familiar with grief. അവൻ രോഗം ശീലിച്ചവനെന്ന് എഴുതി വച്ചേക്കുന്നേ. ആരാ രോഗം കൊണ്ടുവന്ന? പിശാചാണോ? he was identifying with me and you. നമ്മോട് ഏകീഭവിക്കുകയായിരുന്നു അവൻ. രോഗം ശീലിച്ചവൻ. രോഗത്തിലൂടെ മരിച്ച് നിത്യതയിൽ എത്തിച്ചേർന്ന എത്രയോ ഭക്തന്മാരുണ്ടെന്നറിയാമോ? എത്രയോ ഭക്തന്മാരുണ്ട്. Our body is weak because of Adam's sin. നാച്ചുറൽ കോസിനാൽ രോഗം ഉണ്ടാകാം. ഡിസിഷൻസിലുള്ള പാകപ്പിഴ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു റിലേറ്റീവ് നാട്ടിലേക്ക് പോയിട്ട്, ഇടുക്കിയിലോ അങ്ങോട്ട് പോയിട്ട് കേരള ഫുഡ് കഴിക്കാൻ വേണ്ടി നേരത്തെ കയറി ഒരുപാട് ഹോട്ടലിൽ കയറി കഴിച്ച് ഒരാഴ്ച ഫുഡ് പോയിസണിങ് ആയിരുന്നു. അപ്പോൾ ഡിസിഷനിലുള്ള പാകപ്പിഴയാണ്. അങ്ങനെയും രോഗം വരാം. ജന്മന ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവം ചിലരെ അങ്ങനെ തന്നെ ജനിക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ ഉദാഹരണം കണ്ടതാണ്. മോശയോട് ചോദിക്കുന്നു, ജന്മന ആ കുരുടനായിട്ടുള്ള മനുഷ്യൻ അങ്ങനെ ജനിച്ചു. പിന്നീടാണ് യോബിൻ്റെ കേസ്. യോബിൻ്റെ വിഷയം വന്നപ്പോൾ യോബ് മറുപടി പറയട്ടെ. നമ്മളെന്തിനാ പറയണേ? ആ ഭക്തനറിയാൻ താനെന്തിനാ അതിലൂടെ കടന്നുപോയെന്ന്. അവൻ്റെ മറുപടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മളാ മറുപടി പറയുന്നത്. യോബ് പറഞ്ഞത് എന്താണ്? 1:1 യോബ് ആരാണെന്ന് നമുക്ക് അറിയാം. നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദോഷം വിട്ടകലുന്നതാണ്, ദൈവഭക്തനാണ്. ഈ മനുഷ്യനെക്കുറിച്ച് ദൈവം ഇത്രയും തൻ്റെ തിരുവെഴുത്തിൽ ഇത് എഴുതി വച്ചിട്ട് താൻ കടന്നുപോയ പാതയെക്കുറിച്ചും എഴുതി വെച്ചു. നമുക്കറിയാം, ഒറ്റ ദിവസം 10 മക്കൾ നഷ്ടപ്പെട്ടു, തൻ്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. ബട്ട്
അതിന് മുമ്പത്തെ വാക്യം 21 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, യോബ് പറയുകയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. The Lord gave and the Lord has taken away. Blessed be the name of the Lord. ഒരാശയഗതി ഇതിനെക്കുറിച്ച് ചില പ്രസംഗരെങ്കിലും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഹ്യൂസ്റ്റണിൽ വന്ന് പ്രസംഗിച്ച ഒരു വ്യക്തി അത് യോബ് അറിയായ്മയിൽ പറഞ്ഞതാണ്. നോ, ഇങ്ങനെ പൗലോസ് പറഞ്ഞതും അറിയായ്മയിലാണെന്ന് പറഞ്ഞവരുണ്ട്. അത് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പറയേണ്ടി വരും. നമുക്കിഷ്ടമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം അറിയാതെ പറഞ്ഞെന്ന് പറയാൻ നമുക്കാരും അധികാരം തന്നത് നമ്മുടെ പുസ്തകമാണോ? ഇവിടെ എഴുതിയേക്കുന്നത് ഈ ഭക്തനായ വ്യക്തി ഇത് വെറുതെ പറയാൻ മാത്രമല്ല, അതിന് താഴെ ദൈവത്തിൻ്റെ ആത്മാവ് ചേർത്തിരിക്കുന്നത് ഇതിലൊന്നിലും യോബ് പാപം ചെയ്തില്ല. അപ്പം ദൈവം എടുത്തു എന്ന് പറയുന്നത് തെറ്റായിരുന്നെങ്കിൽ ദൈവത്തിനെതിരെ പാപമാകത്തില്ലേ? അത് ദൈവമാണ് എടുത്തത്. ദൈവം തന്നത് ദൈവത്തിന് മാത്രമേ എടുക്കാനുള്ള അവകാശമുള്ളൂ. അവിടെ ഒരിക്കലും പറഞ്ഞിട്ടില്ല ദൈവം തന്നു പിശാച് എടുത്തുകൊണ്ട് പോയി, ദൈവം തന്നു പിശാച് എടുക്കാൻ ദൈവം അനുവദിച്ചു, അങ്ങനെയുമല്ല പറഞ്ഞത്. ദൈവം തന്നാൽ ദൈവം എടുത്തു. അവൻ പരമാധികാരിയായ ദൈവമാണ്. അബ്രഹാമിൻ്റെ ആറ്റിറ്റ്യൂഡ് അതായിരുന്നു. എനിക്ക് മക്കളില്ലായിരുന്നു, വാഗ്ദത്തം ചെയ്ത് 25 വർഷം കാത്തിരുന്നിട്ട് എനിക്ക് മകനെ തന്നു. അവനെ കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് കൊടുക്കാം, കാരണം ഇല്ലായ്മയിൽ നിന്നും തന്നതാണ് എനിക്ക്. ദൈവത്തെ അറിയണം പ്രിയമുള്ളവർ, ദൈവം ആരാണെന്ന് നാം അറിയണം. ഇതിലൊന്നിലും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. അവസാനം ഭാര്യ 2:10 നീ ഇനിയും ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയോ ദൈവത്തെ ത്യജിച്ച് പറയുക, മരിച്ചു കളയുക എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. താൻ ഒരു പൊട്ടി സംസാരിക്കുന്നു. അവിടെയാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത കാര്യം. ഇംഗ്ലീഷിൽ നമുക്ക് വായിക്കാം, നീ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നാം നന്മ കൈക്കൊള്ളുന്നു. അത് നമുക്കിഷ്ടമാണ്, നമ്മൾ കൈക്കൊള്ളുന്നല്ലോ. തിന്മയും കൈക്കൊള്ളരുതോ? Shall we indeed accept good from God and not accept adversity? അപ്പോൾ എന്താണ് യോബ് എന്താ ഇവിടെ ചെയ്യുന്നത്? ചുമ്മാ അത് ഇത്രയും പ്രശ്നം വന്നപ്പോൾ വട്ട് വിളിച്ച് പറയാണോ? നോ, ഹി നോ ഹു ദിസ് ഗാഡ് ഈസ്. ഈ ദൈവം ആരാണെന്ന് അറിയാം. പക്ഷെ അവൻ്റെ ഈ അനുഭവത്തിൻ്റെ വെളിയിലേക്ക് ചെന്നപ്പോൾ അവൻ്റെ അറിവിൻ്റെ ഇത് വർദ്ധിച്ചിട്ടുണ്ട്. ഞാനൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് വേറെ ഒന്നും പറയുന്നില്ല. പക്ഷേ ചരിത്രകാരന്മാർ പറയുന്നത് 2100 BC അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കണ്ടംപററി ആയിട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ് യോബ്. ഊസ് ദേശം എവിടെയാണെന്ന് പോലും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഭക്തൻ, ആ സമയത്ത് ദോഷം വിട്ടകലുന്നവനായ ദൈവഭക്തനായ നേരുള്ളവനായ ഒരു ഭക്തൻ, നിഷ്കളങ്കനായ ഒരു ഭക്തൻ. അതാ പറഞ്ഞ നമ്മളെക്കുറിച്ച് ബോധമുണ്ട് അദ്ദേഹത്തിന്. ദൈവം അനുവദിച്ചു തരുന്ന അനുഭവങ്ങൾ. ജോബ് ഈസ് പ്രൊഫസിങ് ഗാഡ്സ് സോവറിൻ വിൽ ഇൻ ഹിസ് ലൈഫ്. യോബ് പറയുന്നത് ദൈവമാണിത് നിശ്ചയിക്കുന്ന ഓരോ കാര്യങ്ങൾ. യോബ് ഒരിക്കലും പറയുന്നില്ല ദൈവം നിശ്ചയിച്ചു, ദൈവം തന്നു, പിശാച് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. നോ, യോബ് പറയുന്നത് ദൈവം തന്നു, ദൈവം എടുത്തു. യോബ് ഒരിക്കലും പറയുന്നില്ല ദൈവം തന്നു പിന്നെ ദൈവം ചിലത് എടുക്കാൻ അനുവദിച്ചു. നോ, അങ്ങനെയല്ല പറയുന്നത്. ദൈവം തന്നു, ദൈവം എടുത്തു. എത്ര കോൺഫിഡൻസാ! നഷ്ടങ്ങളുടെ മുമ്പിലും നമുക്ക് പറയാം ദൈവം തന്നു, ദൈവം എടുത്തു. എല്ലാം അവൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിൽ. നമ്മൾ ഇത് ചിന്തിക്കുന്നതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ധൈര്യം വർദ്ധിക്കും, കർത്താവിലുള്ള ആശ്രയം വർദ്ധിക്കും. അത് അവന് മഹത്വമാണ്. സ്തോത്രം. ഒരു ശുശ്രൂഷ അവന് മഹത്വമാകണമെങ്കിൽ അവൻ്റെ നാമത്തെ ഉയർത്തിയാൽ മതി. നമ്മൾ അതിൽ കൂടുതൽ വേറൊന്നും ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അവൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പലപ്പോഴും ക്രിസ്ത്യൻഡത്തിൽ പറയുന്നൊരു കാര്യമാണ് ദൈവം ഇച്ഛിക്കുന്നു. അത് ശരിയാണ്, ദൈവത്തിൻ്റെ ആക്റ്റീവായിട്ടുള്ള വില്ല്. പിന്നെ പറയുന്നൊരു കാര്യമുണ്ട് പാസീവ് വിൽ. ഇപ്പം പാസീവ് വിൽ എന്ന് പറഞ്ഞാൽ ദൈവം ഒന്നും ചെയ്യുന്നില്ല.
അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയാമോ? വില്ല് നമ്മൾ പിള്ളേർക്ക് വേണ്ടി എഴുതി വെക്കുന്ന വില്ലല്ല, ഇച്ഛ. ഇച്ഛ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡെലിബറേറ്റ്, ബോധപൂർവം എടുക്കുന്നൊരു തീരുമാനത്തിനാണ് വില്ലെന്ന് പറയുന്നത്. ഇച്ഛ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡെലിബറേറ്റ് ആക്ഷൻ സമൺ ടേക്സ് ടു ആക്ട് ഇൻ എ പർട്ടിക്കുലർ വേ. ഒരു പ്രത്യേക നിലയിൽ പ്രവർത്തിക്കാൻ എടുക്കുന്ന ബോധപൂർവമായ തീരുമാനമാണ്. അത് പാസീവ് വില്ലെന്ന് പറഞ്ഞ പരിപാടി. അത് രണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് കാര്യങ്ങളാണ്. പാസീവ് എന്ന് പറഞ്ഞാൽ ബോധപൂർവം അല്ലെന്ന് അർത്ഥം. ബോധപൂർവം അല്ലാതെ ബോധപൂർവ്വം തീരുമാനം എടുക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു കാഴ്ചപ്പാടിൽ യെരമ്യാ 18 നോക്കിയാൽ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ചരിത്രം നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ നോക്കിയാൽ, അല്ലെങ്കിൽ ഇസ്രായേലിലെ രാജാവിനെ ആഗ്രഹിച്ചത് നോക്കിക്കഴിഞ്ഞാൽ, ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്ന ദൈവത്തിന് ഹി ഡിക്രീഡ് അറിയാം. അതിനെക്കുറിച്ച് ചിന്തകന്മാർ പറയുന്നത്, ദൈവത്തിൻ്റെ വില്ലിനെ കുറിച്ച് പറയുമ്പോൾ ദർ ഇസ് എ റിവീൽഡ് വിൽ. ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ഹിതമുണ്ട്. അതെങ്ങനെ അറിയുന്നേ? തൻ്റെ തിരുവെഴുത്തിലൂടെ നമുക്കറിയാം. ആ റിവീൽഡ് വില്ല് എന്ത് തനിക്ക് ഇഷ്ടമുണ്ട്, എന്ത് തനിക്ക് ഇഷ്ടമല്ല, വാട്ട് ഹി ലൈക്സ്, വാട്ട് ഹി ഡിസ്ലൈക്സ്, വാട്ട് ഹി ലവ്സ് and what he hates, and therefore how we should order our lives before him. അതാണ് റിവീൽഡ് ആയിട്ടുള്ള, പ്രീസെപ്റ്റീവ് ആയിട്ടുള്ള വില്ല്. അത് തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ താൻ വിശദീകരിച്ചിരിക്കുന്നതാണ്. അത് നമുക്കറിയുന്നത് തിരുവെഴുത്തിലൂടെയാണ്. എന്നാൽ ഈ റിവീൽഡ് ആയിട്ടുള്ള വില്ല് എന്ത് ചെയ്യാം? മനുഷ്യന് ഡിസൊബേ ചെയ്യാം. ആ റിവീൽഡ് ആയിട്ടുള്ള വില്ല് മനുഷ്യന് ഡിസൊബേ ചെയ്യാം. But the revealed will is revealed in his word. And there അടുത്ത ഒരു ഹിതമുണ്ട്. അതിന് പറയുന്നത് സീക്രട്ടീവ് വില്ലെന്ന്. അത് വെളിപ്പെടുത്തിയിട്ടില്ല. അത് വെളിപ്പെടുത്തുന്നത് ചരിത്രത്തിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ his secret will refers to God's secret plan that unfolds in history and which has not been revealed to us ahead of time. നമ്മുടെ ജീവിതത്തിലൂടെ നോക്കിക്കോ. പിന്നോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് പറഞ്ഞു, ഇതിനായിരുന്നു ദൈവം എന്നെ അങ്ങനെ നടത്തിയേ. പക്ഷെ അതാദ്യം നമ്മോട് പറഞ്ഞായിരുന്നോ? ഈ ദർശനം കാണിച്ചപ്പോൾ യോസഫിനോട് പറഞ്ഞായിരുന്നോ, നീ കുഴി പോകേണ്ടി വരും, സഹോദരന്മാർ നിന്നെ 20 വെള്ളിക്കാശിന് വിൽക്കേണ്ടി വരും, നീ അവരുടെ മുമ്പിൽ കെഞ്ചേണ്ടി വരും, നീ പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ ചെല്ലേണ്ടി വരും, ജയിലിൽ പോകേണ്ടി വരും, നീ ചെയ്യാത്ത അനുഭവത്തിന് നിന്നെ അവർ കുറ്റപ്പെടുത്തേണ്ടി വരും. ഇതൊന്നും പറയുന്നില്ല. പക്ഷെ പറഞ്ഞത് നല്ലൊരു ചിത്രം കാണിച്ചു കൊടുത്തു. അതിനെക്കുറിച്ചൊരു ഭക്തൻ പറഞ്ഞത്, ഈ ചിത്രം കണ്ടുകൊണ്ട് വേണം പോകാൻ, മറ്റേത് കാണിച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് അനങ്ങത്തുപോലുമില്ല. ഈ യാത്രയിൽ ആ ചിത്രം നമുക്കും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ എന്തെല്ലാം വരുന്നു, കുഴിയുണ്ടോ താഴ്വരയുണ്ടോ ഒന്നും കാണിക്കുന്നില്ല. സ്വർഗീയ ദർശനം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അത് കണ്ടുകൊണ്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. സോ ഹിസ് സീക്രട്ട് വിൽ ഈസ് not revealed ahead of time, but it will unfold in history. അതാണ് നമുക്ക് യോസഫിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിച്ചത്. ഓക്കെ, അപ്പോൾ നാം പറഞ്ഞു വരുന്നത്, ദൈവമാണ് സകലത്തിൻ്റെയും നിയന്ത്രിതാവ്. നമ്മൾ ഈവിളെന്ന് പറഞ്ഞ കാര്യത്തിൽ പോലും, മനുഷ്യൻ ഈവിളെന്ന് പറയുന്ന കാര്യം, അത് ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുമ്പോൾ അല്ലെ ചെയ്യുമ്പോൾ, അതിലൂടെ ദൈവത്തിന് മഹത്വം ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെ ഈവിളാകുന്നേ? ഒരിക്കലും ഈവിളല്ല. അതായത് മനുഷ്യൻ ഈവിളെന്ന് പറയുന്ന കാര്യം ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുമ്പോൾ അല്ലെ ചെയ്യുമ്പോൾ, അതിലൂടെ അവനാണ് മഹത്വമെങ്കിൽ അത് ഈവിളല്ല. സോ വി ഹാവ് ടു ചേഞ്ച് ദ ഡെഫിനിഷൻ ഓഫ് ഈവിൾ. And we have to change the definition of good too. Good എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഏറ്റവും കംഫർട്ടബിൾ ആണ്. അല്ല. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു, തലയ്ക്ക് വേദന അല്ലെങ്കിൽ വയറിന് വേദന, അവിടെ ചെന്നപ്പോൾ പറഞ്ഞു സ്കാൻ ചെയ്യണം. അപ്പോഴേ പേടിയായി. സ്കാൻ ചെയ്തപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് കണ്ടുപിടിച്ചു. ഡോക്ടർ എന്ത് പറയും? അയ്യോ, ഇവനെ നമുക്ക് സന്തോഷിപ്പിച്ച് വിടാമെന്ന് വിചാരിക്കുമോ? അത് പറയും അല്ലേ? ഇത് പറയും, നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത്, ഇപ്പം ചെറിയൊരു സർജറി ചെയ്യാം.
അപ്പോൾ വേണ്ട ഡോക്ടർ, എനിക്ക് പേടിയാണ് ഡോക്ടർ എന്ന് പറഞ്ഞാലോ? സോ വാട്ട് ഈസ് ഗുഡ് ദെയർ? ഡോക്ടർ മിണ്ടാതിരിക്കുന്നതാണോ അതോ അത് റിവീൽ ചെയ്യുന്നതാണോ? ഇതുപോലെ ദൈവം നമ്മെ നടത്തുന്ന പാതകളിൽ തിക്തമെന്ന് നമ്മൾ പറയുന്ന അനുഭവം അവൻ്റെ നാമത്തിന് മഹത്വമാണെങ്കിൽ അതെങ്ങനെ ഈവിളാകുന്നേ? ഇറ്റ് ഈസ് ഗുഡ്, ഫോർ ഗോഡ് കോസസ് ഓൾ തിങ്സ്. 8:28 റോമർ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് തന്നെ ഇപ്പോൾ സകലതും നന്മയ്ക്ക് കൂടി വ്യാപരിക്കുന്നു പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ദൈവം എല്ലാം വലിച്ചു കെട്ടി അവസാനം അത് നന്മയായിട്ട് അങ്ങനല്ല. ഹി കോസസ് ഇറ്റ് എന്നാണ് പറഞ്ഞത്. യോസഫിൻ്റെ ജീവിതത്തിൽ ഹി മെന്റ് ഇറ്റ്, ഗോഡ് മെന്റ് ഇറ്റ് ഫോർ ഗുഡ്. അങ്ങനെ സംഭവിച്ചത് അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ ഈവിളാണെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഏറ്റവും വലിയ ഈവിൾ സംഭവിച്ച ഏതാ? ദ ഗ്രേറ്റസ്റ്റ് ഈവിൾ ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ ഹിസ്റ്ററി ഈസ് ദൈവം തന്നെ ചെയ്തത്. എന്നറിയോ? സ്വന്തം പുത്രനെ ക്രൂശിൽ ബലിയായി അർപ്പിച്ചതാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഈ എന്നെ അർപ്പിച്ചാൽ ദൈവത്തിന് പറയാൻ 100 കൂട്ടം കാര്യമുണ്ട്. എന്നാൽ പാവമില്ലാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാവമാക്കിയതാണ് ദൃഷ്ടിയിൽ ഏറ്റവും വലിയ ഈവിൾ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഭക്തൻ്റെ ജീവിതം ഞാൻ പറഞ്ഞുപോയി. ഇതൊക്കെ നാം പഠിക്കുന്നതിലൂടെ നമുക്കറിയത്തില്ല നാളെ എന്താ എന്നാൽ നമുക്കറിയാവോ? ഇല്ല. ഇതുപോലെ തന്നെ പോട്ടെ, അതാണ് നല്ലത്. പക്ഷെ നമ്മെ നടത്തുന്ന പാത വ്യത്യസ്തമാണ്. ഇന്ന് രാവിലെ ഒരു അമ്മച്ചി, ഒരു പ്രായമുള്ളൊരു അമ്മച്ചിയോട്ട് സംസാരിച്ചപ്പോൾ, ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു എന്നുള്ള ഒരു നിലയിൽ ഒരു വിഷയത്തെ ചൊല്ലി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം നമ്മെ നടത്തുന്ന പാത വ്യത്യസ്തമാണ്. ഈ വിഷയത്തിൽ എനിക്ക് വേണ്ടി ദൈവം വഴി തുറന്നു. വഴി തുറക്കാത്ത മറ്റ് പല വിഷയങ്ങളുണ്ട്, അതിൽ ആൻറ്റിക്ക് വേണ്ടി വഴി തുറന്നു ദൈവം. അപ്പോൾ ദൈവം നമ്മെ നടത്തുന്ന പാതകൾ എങ്ങനെയാണ്? വ്യത്യസ്ത. ഏതിലെ നടത്തിയ നാം അങ്ങ് ചെല്ലുമെന്ന് ദൈവത്തിനറിയാം. ഇൻഡിവിജ്വലായിട്ടുള്ള പാത്ത് വേ ദൈവം നടത്തുന്നത്. യെസ്വിൻ്റെ ആ ഭവനത്തിൻ്റെ പ്രതിഷ്ഠയിൽ ഞാൻ ഉദാഹരണം പറഞ്ഞു. അവിടെ ഒരു വലിയ മണിമാളിക ഒരാൾ പണിതപ്പോൾ ആ മണിമാളികയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു എഴുതി വെച്ചിട്ടുണ്ട്, നോ ത്രൂ ട്രാഫിക്, പ്രൈവറ്റ് റോഡായത്. ആ വീട്ടിലേക്ക് മാത്രമേ ചെല്ലത്തുള്ളൂ. അതുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് അതുവഴി വെറുതെ കറങ്ങണ്ട. ഈ പ്രൈവറ്റ് റോഡിൽ കൂടെ എന്നെ നിങ്ങളെ ദൈവം നടത്തുന്നു. പ്രവചന പുസ്തകത്തിലൊരു വാക്യമുണ്ട്, ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനിയാർ, യഹോവയുടെ വഴി ചൊവ്വുള്ളതല്ലയോ, നീതിമാന്മാർ അതിലൂടെ നടക്കും, അതിക്രമക്കാരോ ഇടറി വീഴും. ദൈവം നമ്മെ നടത്തുന്ന പാതകളിൽ ദൈവത്തെ മാത്രം നോക്കി പോകാൻ നമുക്ക് കർത്താവ് സഹായിക്കട്ടെ. ജോൺ ഓവൻ എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ്റെ കാര്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അദ്ദേഹം UK ഉണ്ടായിരുന്ന ഒരു ഭക്തനാണ്. 67 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു. 1616 മുതൽ 1683 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇവിടെ ഒരു ബുക്കിൻ്റെ ഒരു താളെഴുതാൻ എന്ത് പാടാണ്. അദ്ദേഹം 80 ബുക്ക് എഴുതി. 80 ബുക്ക്. 8 മില്യൺ വേർഡ്സാണ് അദ്ദേഹം എഴുതിയത്. 8 മില്യൺ വേർഡ്സ്. നമുക്ക് പ്രസംഗമൊക്കെ തയ്യാറാക്കണമെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് ഇറങ്ങിയ എഴുതി കഴിഞ്ഞാൽ അങ്ങോട്ട് ഇത് 8 മില്യൺ വേർഡ്സൊക്കെ എഴുതിയത് എങ്ങനെയാണ് അല്ലേ? 80-ൽ പരം പുസ്തകങ്ങൾ എഴുതി. ഇന്നുള്ളതുപോലെ ഏതെങ്കിലും ഒരു ബുക്ക് കമ്പനിക്ക് ആശയം കൊടുത്തിട്ട് അവരെ കൊണ്ട് എഴുതിപ്പിക്കുകയല്ല, ഇദ്ദേഹം തന്നെ എഴുതി. അദ്ദേഹം ഒരു വേദചിന്തകൻ മാത്രമായിരുന്നില്ല. ഗൂഗിൾ ചെയ്താൽ കിട്ടും അദ്ദേഹത്തെ എൻ്റെ ചരിത്രം. ജോൺ ഓവൻ. അദ്ദേഹം നല്ലൊരു കുടുംബസ്ഥനായിരുന്നു. 1643 മേരി റൂക്ക് എന്ന യുവതിയെ താൻ വിവാഹം കഴിച്ചു. നമ്മൾ പറയും യോബ് മാത്രമാണ് ഇത്ര വേദനയോട് കടന്നുപോയത്. അല്ല, ഒരുപാട് പേരുണ്ട്. അവർക്ക് അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം 11 കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി നൽകി. എന്നാൽ ഒന്നൊഴിച്ച് ബാക്കി 10 കുഞ്ഞുങ്ങളും ശൈശവത്തിൽ തന്നെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ഒന്നൊഴിച്ച് ബാക്കിയല്ല. 11ാമത്തെ കുട്ടി ഒരു പെൺകുട്ടിയായിരുന്നു. 22ാമത്തെ വയസ്സിൽ ആ കുട്ടിക്ക് ട്യൂബർക്കുലോസിസ് പിടിപെട്ടു. നമ്മൾ വിചാരിക്കും ഇത്ര കഠിനമായ ശോധനയിലൂടെ ഒരു ഭക്തൻ പോകുമ്പോൾ എപ്രകാരമാണ് അവന് ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നത്. ജീവിതത്തിൻ്റെ ശോധനയിലൂടെ ദൈവത്തെ തള്ളിപ്പറയാതെ അടുക്കാൻ ഒരു ഭക്തന് മാത്രമേ കഴിയുള്ളൂ. അല്ലെ ഇവരെ ദൈവത്തെ വിട്ട് ഓടിപ്പോവും. 1647 ഒരേ വർഷം
2 മാസം ഇടവിട്ട് 2 കുഞ്ഞുങ്ങൾ മരിച്ചു. അപ്പോഴാണ് താനൊരു പുസ്തകം എഴുതിയത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ദ ഡെത്ത് ഓഫ് ഡെത്ത് ഇൻ ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ മരണത്തിലൂടെ നടന്ന മരണത്തിൻ്റെ മരണം. പേയിൻ ബലത്തെ തകർത്തതിനാൽ എൻ്റെ മരണഭയം നീ നീക്കിയല്ലോ. സുവിശേഷം നിമിത്തം നമുക്ക് കിട്ടിയതാണ് അക്ഷയത, ഇമ്മോർട്ടാലിറ്റി. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ ആ തിരുവിഷ്ടം, ദൈവത്തിൻ്റെ പരമാധികാരം അത് സമ്പൂർണ്ണമാണ്. ഗോഡ്സ് സോവറിനിറ്റി ഈസ് ആബ്സല്യൂട്ട്. ദൈവത്തിൻ്റെ പരമാധികാരം അത് നിഷേധിക്കാനാവാത്തതാണ്. ഗോഡ്സ് സോവറിനിറ്റി ഈസ് ഇറസിസ്റ്റബിൾ, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ പരമാധികാരം അത് അന്തമില്ലാത്തതാണ്. ഗോഡ്സ് സോവറിനിറ്റി ഈസ് ഇൻഫിനിറ്റ്. നമ്മൾ ദൈവം പരമാധികാരിയാണെന്ന് പറഞ്ഞതിലൂടെ നാം എന്താ ചെയ്യുന്നത്? അത് ദൈവത്തിന് ആരാധനയാണ്. വി അഫേം ഹിസ് റൈറ്റ് ടു ഗവേൺ ദ യൂണിവേഴ്സ് വിച്ച് ഹി ഹാസ് മെയ്ഡ് ഫോർ ഹിസ് ഗുഡ് പ്ലഷർ. അതായത് തൻ്റെ തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം താൻ ഉണ്ടാക്കിയ ഈ യൂണിവേഴ്സിനെ താനാണ് ഭരിക്കുന്നതെന്ന് നാം പറയുന്നതിലൂടെ അതവൻ ആരാധനയാണ്. സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. റോമർ 9:21. മാത്രമല്ല, നാം ദൈവം പരമാധികാരിയാണെന്ന് പറയുമ്പോൾ നാം പറയുന്ന മറ്റൊരു കാര്യം, ഹി ഈസ് അണ്ടർ നോ ലോ ഔട്ട്സൈഡ് ലോ. തൻ്റെ ലോ താൻ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം ട്രംപും മെയിനെ ഒരു ഗവർണറും കൂടി തമ്മിൽ ഗവർണേഴ്സ് അസോസിയേഷൻ മീറ്റിങ്ങിൽ വെച്ച് അടിയുണ്ടായി. ട്രാൻസ്ജെൻഡറിൻ്റെ ഇഷ്യൂസ്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു കോർട്ടിൽ കാണാം. ഇദ്ദേഹം പറഞ്ഞു കോർട്ടിൽ കാണാം. ഇങ്ങനെ ദൈവത്തോട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ വിചാരിച്ചോട്ടെ, എത്രമാത്രം ഒരു ബാക്കി 49 ഗവർണർമാർ അവിടെ ഇരിപ്പുണ്ട്, അവർക്കൊന്നും അനക്കമില്ല. അതിൽ എല്ലാവരും ട്രാൻസ്ജെൻഡറിന് എതിരാണോ? അല്ല. 19-20 സ്റ്റേറ്റിൽ റിപ്പബ്ലിക്കൻ അല്ലല്ലോ ഭരിക്കുന്നത്. അപ്പോൾ അധികാരമൊന്നും വലിയ കാര്യമൊന്നുമല്ല. അത് ഈ ലോകത്തിലെ അധികാരിയാണ്. 4 വർഷം കഴിയുമ്പോൾ അദ്ദേഹം മാറും. ദൈവത്തിനടുത്ത് പറയാൻ പറ്റുമോ? കോർട്ടിൽ കാണാം. താൻ എന്ത് ചെയ്യുന്നുവെന്ന് ആർക്കും ഉത്തരം കൊടുക്കേണ്ട അവകാശമൊന്നും ആർക്കും ഇല്ല, ദൈവത്തിനില്ല കേട്ടോ, അല്ലേ? He doesn't have any obligation to give an account of his matters to any. നീ എന്ത് ചെയ്യുന്നുവെന്ന് ദൈവത്തോട് ചോദിക്കാൻ ആർക്കാ കഴിയുന്നേ? He is sovereign. മുഴുവനാളത്വവും സോവറിനാണ് താൻ. He is sovereign in all his attributes. താൻ ഇച്ഛിക്കും പോലെ ഇച്ഛിക്കുന്ന സമയത്ത് ഇച്ഛിക്കുന്നിടത്ത് അവൻ്റെ പരമാധികാരം താൻ പ്രയോഗിക്കും. അതായത് ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ കുറേയേറെ വർഷങ്ങൾ ദൈവം ഒന്നും ചെയ്തില്ല. 430 സംവത്സരം ഇവർ അടിമത്തത്തിലാണ്. പക്ഷേ ഇറങ്ങി വന്നപ്പോൾ മോശയോട് പറയുന്നുണ്ട്, ഞാൻ ചുമ്മാതിരിക്കുന്നതല്ലായിരുന്നു, അവരുടെ നിലവിളി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹി വാസ് വർക്കിംഗ്. ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്ന സമയത്തും ഹി ഈസ് വർക്കിംഗ്. പക്ഷേ ആ സമയത്ത് താൻ ഇറങ്ങി വന്നിട്ട് മോശയെ അയക്കുക. എന്താ അത്രയും വർഷം കാത്തിരുന്നേ? അതെ, അതിനപ്പുറം അതിന് വേറെ ഒരു ഇതുമില്ല. ഫറവോൻ്റെ ശക്തി, ഫറവോന് ഇച്ചിരി പ്രായമായിട്ടെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുമായിരുന്നു. നോ, ഫറവോൻ്റെ ശക്തി ഒന്നും ദൈവത്തിന് കാര്യമല്ല. അവൻ്റെ പരമാധികാരം താൻ പ്രയോഗിക്കുന്നിടത്ത് അത് ഇഷ്ടത്തിനാണ് പ്രയോഗിക്കുന്നത്. 430 വർഷം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ഒരു സീസണ് തൻ്റെ കരം താൻ അനങ്ങാതിരുന്നു, ഡോർമൻ്റ് ആണെന്ന് തോന്നി. ബട്ട് അറ്റ് ദ റൈറ്റ് ടൈം ഇറ്റ് ഈസ് പുട്ട് ഫോർത്ത് ഇൻ ആൻ ഇറസിസ്റ്റബിൾ മൈറ്റ്. അല്ലേ? ഒരുത്തനും തടയാൻ കഴിയാത്ത വിധം ദൈവം തൻ്റെ കരം നീട്ടി. ഫറവോൻ തൻ്റെ ജനത്തിൻ്റെ പ്രോഗ്രസ് തടയാൻ ശ്രമിച്ചു. ഹി ട്രൈഡ് ടു ഹിൻഡർ ദ പ്രോഗ്രസ് ഓഫ് ഇസ്രായേൽ. ബട്ട് വാട്ട് ഹാപ്പൻഡ്? ദൈവം രാത്രി മുഴുവനും ഒരു കാറ്റടിപ്പിച്ച് ഈ ഇസ്രായേൽ മക്കളെ ചെങ്കടലിനപ്പുറത്തേക്ക് കയറ്റി. അതേ കടൽ, അതാണ് എനിക്കൊന്ന് മീഖായേൽ എഴുതിയേക്കുന്നത്, ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനിയാർ, ഇവിടെ വഴി ചുവള്ളതല്ലയോ, നീതിമാന്മാർ അതിലൂടെ നടക്കും, അതിക്രമക്കാർ അതേ വഴിയിൽ ഇടറി വീഴുകയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. കുറച്ചങ്ങോട്ട് പോയപ്പം അമാലേക്കർ അറ്റാക്ക് ചെയ്തു. ദൈവം ഇതുപോലെ അവരെ ഉന്മൂലമാക്കിയില്ല.
അതിന് പകരം എന്താ ചെയ്യുന്നറിയാമോ? ആയുസ് പര്യന്തം ഇവരുമായി യുദ്ധമുണ്ടെന്നൊരു ഡിക്രി ദൈവം പുറപ്പെടുവിച്ചു. അവരെ കൂടെ അങ്ങ് ഉന്മൂലമൊക്കെ പിന്നെ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം അതാ മുമ്പ് പറഞ്ഞേ, ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇച്ഛ, ദൈവം ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ള രീതിയിൽ ദൈവത്തിന് ഇത് കോപ്പി ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഒരേ രീതിയിലല്ല ദൈവം ചെയ്യുന്നത്. അമേലക്കുമായിട്ട് ജനറേഷൻ ടു ജനറേഷൻ, പുറപ്പാട് ദിവസം 17-16. അതുപോലെ തന്നെ കനാൻ പ്രദേശത്തേക്ക് താൻ കയറിയപ്പോൾ, ഇസ്രായേൽ മക്കൾ കയറിയപ്പോൾ അവർ മുമ്പിൽ നിന്ന ഏറ്റവും വലിയ ഒരു തടസ്സം എന്തായിരുന്നു? അല്ലല്ല, അത് കഴിഞ്ഞിട്ട് എരിഹോ മതിൽ, അതിനെന്താ ചെയ്തത്? ഇവർ വല്ലതും ചെയ്തു? ഇവിടെ അമ്പ് ചെയ്തോ? കല്ല് വലിച്ചെറിഞ്ഞോ? ഇവർ നടക്കാൻ പറഞ്ഞതേ ഉള്ളൂ. 7 ദിവസം നടന്നു. 7-ാം ദിവസം 7 പ്രാവശ്യം നടന്നു. ദൈവം കയർ നീട്ടി ഇതിലൂടെ താഴെപ്പോയി. പിന്നീട് അതുപോലെ നടന്നിട്ടില്ല. ഇതെല്ലാം അവർ പിന്നീട് യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കണം. അതെന്താ അങ്ങനെ ചെയ്തേ? ആര് ചോദിക്കുമല്ലേ? ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ദൈവം തൻ്റെ ശക്തി ദാവീദിന് കൊടുത്തപ്പോൾ ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തി. അപ്പോൾ ഇവൻ്റെ ഏറിൻ്റെ ഏറിൻ്റെ ശക്തിയാണോ? ആ മനുഷ്യനൊരു, അതിൻ്റെ ഡിസ്ക്രിപ്ഷനോടെ പറഞ്ഞിട്ടുണ്ട്, ദൈവമല്ലേ ജയിപ്പിച്ചേ. യുദ്ധത്തിനെൻ്റെ വിരലുകളെ, പോരിനെൻ്റെ വിരലുകളെ, കൈകളെ, പോരിനെൻ്റെ വിരലുകളെ ആരഭ്യസിക്കുമെന്ന് പറഞ്ഞേ? ദൈവം. ദാനിയേലിനെ സിംഹത്തിൻ്റെ വായിൽ നിന്ന് വിടുവിച്ചു, തീച്ചൂളയിൽ നിന്ന് വിടുവിച്ചു. പക്ഷെ ഒരു വാക്കോട് വായിച്ചിട്ട് ഞാൻ ഇരിക്കാം. എല്ലായിടത്തും ദൈവം വിടുതൽ ഒരുക്കുന്നില്ല താനും. എബ്രായ ലേഖനം 11:36-37. Hebrews chapter 11 verse 36 and 3. വായിച്ചു. അയ്യോ, അവിടെ എന്താ ദൈവത്തിൻ്റെ കരം നീട്ടിയില്ലേ? ദൈവം കരം നീട്ടിയില്ല. ബുദ്ധിമുട്ട്, ഉപദ്രവം, കഷ്ടത, ഈർച്ചവാളാൽ അടക്കപ്പെടുക, പരീക്ഷിക്കപ്പെടുക, വാളാൽ കൊല്ലപ്പെടുക, ജടയാടുകളെയും കോലാടുകളെയും തോൽ ധരിച്ചിട്ട് വെയിലത്തിടുമ്പോൾ തോല് ചുരുണ്ടിട്ട് അസ്ഥി ഒടിഞ്ഞ് മരിക്കുന്നു. ദൈവം ഒരു കാര്യവും ചെയ്തില്ല. എന്നാ ഇവിടെ നാണ്ട് ദാനിയേലിനെ വിടുവിക്കുന്നു, ദാവീദിനെ വിടുവിക്കുന്നു, എരിഹോ കോട്ട തടയുന്നു, ഇസ്രായേലിന് ജയം കൊടുക്കുന്നു ഒരു സൈഡിൽ. വൈ? Under his sovereign will he decree something and that is going to happen as is. അതുപോലെ അത് നിവർത്തിക്കും. സ്റ്റീഫനെ കല്ലെറിഞ്ഞു കൊന്നു, പത്രോസിനെ വിടുവിച്ചു. യാക്കോബിനെ കൊന്നു, പൗലോസിനെയും കൊന്നു. ഭക്തന്മാരെ വിവിധ അനുഭവങ്ങളുടെ ദൈവം നടത്തുന്നത്. ബിക്കോസ് ഹി ഈസ് സോവറിൻ ഇൻ ഓൾ ഹിസ് ആട്രിബ്യൂട്ട്സ്. തൻ്റെ സ്വഭാവ ഗുണവിശേഷങ്ങളിലും താൻ പരമാധികാരിയാണ്. ഹി ഈസ് സോവറിൻ ഇൻ ദ എക്സസൈസ് ഓഫ് ഹിസ് പവർ. His power is exercised as he wills, when he wills. Okay? അവൻ ഉദ്ദേശിക്കുന്നത് പോലെ, ഉദ്ദേശിക്കുന്ന സമയത്ത്, അവൻ ഉദ്ദേശിക്കുന്നിടത്ത് തൻ്റെ അധികാരം, ഇച്ഛ താൻ പ്രയോഗിക്കുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അവൻ ആരാണെന്നറിഞ്ഞ് അവന് കൊടുക്കുന്ന മഹത്വമാണ് ആരാധന. ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിന് മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം ആരാണെന്നൊന്നും മനസ്സിലാക്കാൻ, അവൻ്റെ അധികാരത്തിന് വിരുദ്ധമായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ലെന്നും അവൻ പരമാധികാരിയാണെന്നും മനസ്സിലാക്കാൻ കർത്താവ് നമ്മെ ഈ പഠനത്തിലൂടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഏകനായ ധന്യനായ ഏകാധിപതി,